ആ ദില്ലിയിലാണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളം എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ കേരള ഹൗസിലാണ് കീർത്തിയുള്ളത്. ഇന്നലെ രാത്രി മുഖ്യമന്ത്രി ഇവിടെ എത്തി. സംസ്ഥാനത്തെ മന്ത്രിമാരൊക്കെ ഇന്നലെയും ഇന്നുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ LDF MLA മാരെത്തുന്നുണ്ട്. ദില്ലിയിലെ മലയാളികളും അതുപോലെ തന്നെ ഇവിടുത്തെ CPIM പ്രവർത്തകരും ഒക്കെ കേരളത്തിൻ്റെ ഈ പൊതുവികാരത്തിനും ആവശ്യത്തിനുമൊപ്പം ഒരു വലിയ സംഘാടനത്തിൻ്റെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ സമരത്തിലേക്ക് ഒരു സംസ്ഥാനം അപ്പാടെ പോവുകയാണ്. ദില്ലിയിൽ കേരളത്തിൻ്റെ സമരം എന്നുള്ളതാണ് സവിശേഷത. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ അതിൻ്റെ എല്ലാ ഒരു സവിശേഷതകളും പ്രത്യേകതകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ കീർത്തി സൂചിപ്പിച്ചതുപോലെ ഗുഡ് മോർണിംഗ് കേരളം ദില്ലിയിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് തത്സമയം കേരള ഹൗസിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ദില്ലി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ ബോർഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രതിഷേധം കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ബോർഡുകൾ കാണാം. ഇവിടെയെല്ലാം ഇപ്പോൾ ഇവിടെയാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ജനകീയ മന്ത്രിസഭയ്ക്കും ജനപ്രതിനിധികൾക്കും സ്വാഗതം എന്ന ആശംസകളൊക്കെയായി ഉള്ള ബോർഡുകൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേരള ഹൗസിലാണ് മുഖ്യമന്ത്രി. ഇന്നലെ രാത്രി 11:30 മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. മറ്റു മന്ത്രിമാരൊക്കെ ഇന്നലെ മുതൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടന ചുമതലയുമായി പ്രൊഫസർ KV തോമസ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹവും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എത്തും. LDF കൺവീനർ EP ജയരാജൻ ഇന്നലെ എത്തി. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം ഇവിടെ നിന്ന് വാർത്താ സമ്മേളനം കേരളത്തിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, സാമൂഹ്യ പ്രാധാന്യം ഇത് വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ കൈരളി വാർത്താ സംഘവും വളരെ സജീവമായി തന്നെ കേരളത്തിൻ്റെ ഈ സമരത്തെ യഥാർത്ഥത്തിൽ മോദി സർക്കാർ എങ്ങനെയാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത്, ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെ കേരളത്തിന് നിഷേധിക്കുന്നു എന്നതുപോലെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിലടക്കം ഹർജി കൊടുത്തപ്പോൾ കേരള സർക്കാരിൻ്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു മറുപടി കൊടുത്തു നിൽക്കുകയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഇനി കോടതി പരിശോധിക്കാൻ പോകുന്നു. ആ മറുപടിയോടുള്ള കേരളത്തിൻ്റെ വിയോജിപ്പും കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയുമൊക്കെ വിശദീകരണമൊക്കെ ഇനി വരാനിരിക്കുന്നു. ഒരു ഭാഗത്തത്, മറുഭാഗത്ത് ഇതിനെതിരായി ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും നവകേരള സദസ്സ് നടത്തി. അതിൽ ഈ 140 മണ്ഡലങ്ങളിലും മന്ത്രിമാരും ഏറ്റവും അധികം വളരെ പ്രാധാന്യത്തോടെ വിശദീകരിച്ചത് കേരളത്തിൻ്റെ ഈ ധനപ്രതിസന്ധിക്ക് മോദി സർക്കാർ ഏത് വിധത്തിലാണ് വലിയ പങ്ക് വഹിക്കുന്നത്, ഏത് നിലയിലാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്നത് വിശദീകരിച്ചതാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ദില്ലിയിലെ ഈ സമരം എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ ദില്ലിയിലെ സമരത്തെ പോലും കേരളത്തിൽ അത് ദില്ലിയിലെ സമ്മേളനം എന്ന നിലയിലേക്കൊക്കെ ചുരുക്കാനുള്ള, വ്യത്യസ്തമായ തലത്തിൽ വിശേഷിപ്പിക്കാനുള്ള ചില ശ്രമമൊക്കെ നടന്നു. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം സർക്കാർ വളരെ വ്യക്തമായി അതിനൊരു മറുപടി കൊടുത്തത് അത് ആ നിലയിലേക്ക് ചുരുക്കി കാണേണ്ടതല്ല, കേരളത്തിൻ്റെ സമരമാണത്, കേരളത്തിൻ്റെ വലിയ പ്രതിഷേധമാണ് ദില്ലിയിൽ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടുത്ത തണുപ്പിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഏതായാലും ഒരല്പം ഒരു കുറവ് വന്നിട്ട് നമുക്ക് കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ലോകമെമ്പാടും മലയാളികളുള്ള ഒരു പ്രത്യേക കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കൊടും തണുപ്പിൽ ജീവിക്കുന്ന മലയാളികൾ ലോകമെമ്പാടുമുള്ളപ്പോൾ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന കേരളീയരായിട്ടുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ഈ തണുപ്പ് ഒരല്പം അപരിചിതം. ഇപ്പോൾ മൂന്നാർ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ പോയാൽ ആണ് നമുക്ക് കൂടുതലായി ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഏതായാലും 2 ദിവസം മുമ്പ് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ വലിയ തണുപ്പിന് ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം ഇവിടെ നിന്ന് വിഷ്ണു തലവൂരുണ്ട്. അല്പം കഴിയുമ്പോൾ സിബി നമ്മൾക്കൊപ്പം ചേരും. അപ്പോൾ ജിൽബി ഇന്നലെ രാത്രി വൈകിയും വാർത്താ സമ്മേളനങ്ങളും മറ്റ് തിരക്കുകളും ഒക്കെ ആയിട്ട് വാർത്താ സംഘം വളരെ സജീവമായി ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കർണാടകത്തിൻ്റെ സമരമുണ്ട്. കേരളമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമരത്തിൻ്റെ അനിവാര്യത രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. അതിൻ്റെ തയ്യാറെടുപ്പുകളുമായി പോയപ്പോൾ ഞങ്ങൾ സമരം ചെയ്യുകയാണ്, വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർണാടകം സമരരംഗത്തേക്ക് വന്നു. നാളെ DMK യുടെ പ്രതിഷേധം പാർലമെൻറ്റിലുണ്ടാകും, ഈ സമരത്തിലുണ്ട്. അപ്പോൾ വിഷ്ണു രാവിലെ ഈ ദില്ലിയുടെ ഈ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ട് തുടങ്ങും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ തണുപ്പ് അത്യാവശ്യം കുറവാണ് അല്ലേ? ചരിത്ര കഴിഞ്ഞ 2 ദിവസമായിട്ടാണ്, കുറച്ച് മുമ്പുണ്ടായിരുന്നു വെച്ച് നോക്കുമ്പോൾ അല്ലേ? നേരത്തേക്ക് ഒരു അതിശൈത്യമായിരുന്നെങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ടൊന്ന് തണുപ്പ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് ഒരു മഴയൊക്കെ പെയ്തത് കൊണ്ടാണ് ഇപ്പം തണുപ്പ് കുറഞ്ഞത്. രാവിലെയും രാത്രി ഇപ്പോൾ തണുപ്പും പകലിൽ ചെറിയ ചൂട് എന്നൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെന്തായാലും സമരത്തിന് കൂടി കുറച്ച് നന്നായ കാലാവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം ദില്ലിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു 2 ദിവസമാണ് ഇന്നും നാളെ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ തന്നെ സമരവുമായി രംഗത്ത് വരുന്നത് നമ്മൾ സമീപകാലത്തെങ്ങും അത്തരം ഒരു സമരം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനം. പ്രത്യേകിച്ച്
കേരളം ഇത്തരമൊരു സമരം പ്രഖ്യാപിക്കുന്നു. കേരളം ആ ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള അത് മുന്നൊരുക്കങ്ങൾ കേരളത്തിന് നടത്താൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു സംഘാടന മികവ് പോലും നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ കർണാടകം അതിനുശേഷം കഴിഞ്ഞൊരു 2 ദിവസം ഞാൻ ദില്ലിയിൽ ഇന്നലെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, കർണാടകത്തിന് ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ കേരളം എടുത്തിട്ടുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജന്തർ മന്ദറിലാണ് നാളെ കേരളത്തിന്റെ സമരം നടക്കുന്ന ജന്തർ മന്ദറിലാണ് ഇന്ന് കർണാടകത്തിന്റെ സമരം വരുന്നത് അല്ലെ? കർണാടക മുഖ്യമന്ത്രിയും ഒക്കെ കർണാടക മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, MLA-മാര്, മറ്റ് MLC-മാര് എല്ലാവരും രണ്ടിടത്തും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? രണ്ടിടത്തും ഈ സമരത്തിന് അതാത് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷമില്ല. അവിടുത്തെ പ്രതിപക്ഷം BJP ആണ്. സ്വാഭാവികമായി അവരെത്തില്ല. കേരളത്തിലെ പ്രതിപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് നയിക്കുന്ന UDF ആണ്. കർണാടകത്തിൽ സമരം ചെയ്യുന്ന അതേ കോൺഗ്രസ് പാർട്ടി കേരളത്തിൻ്റെ തൊട്ടിപ്പുറത്തെ സംസ്ഥാനമായിട്ടുള്ള കേരളം അതേ തരത്തിലുള്ള ഗൗരവമായ പ്രശ്നം അവരെക്കാൾ മുമ്പ് 140 നിയോജക മണ്ഡലങ്ങളിലും പോയി ജനങ്ങളോട് വിശദീകരിച്ച ശേഷം വണ്ടി കയറി ദില്ലിയിലെത്തി സമരം ചെയ്യുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് എന്ന പ്രതിപക്ഷം, UDF എന്ന പ്രതിപക്ഷം. കർണാടകത്തിലാകാം സമരം, കേരളത്തിലാകാൻ കഴിയില്ല എന്ന് പറയുന്ന വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ വിശദീകരണവുമായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷം കൂടിയുണ്ട്. അങ്ങനെ ഒരു സമാനതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം കേരളത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു, പക്ഷേ കർണാടകത്തിൽ വേറൊരു നിലപാട്. ഇന്ന് തമിഴ്നാട്ടിൽ അതോടൊപ്പം ഇന്ന് നടക്കുന്ന കർണാടകത്തിൻ്റെ സമരത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സമരത്തിലും മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ അവർക്ക് എങ്ങനെ വരാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അവർ വരാൻ തയ്യാറായാൽ പോലും അല്ല, മാത്രമല്ല ഹൈക്കമാൻഡിൽ കേരളത്തിന് കുറച്ച് അധികം പിടിയുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഒരു എതിർപ്പ് ഉള്ളതുകൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ യഥാർത്ഥത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ കേരളത്തിൻ്റെ ഏറ്റവും ശരിയായ സമരം എന്നുള്ള ശരിയായ കേരളമാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഈ പാതയിലേക്ക് വരാൻ ഈ സംസ്ഥാനങ്ങൾക്ക് പ്രചോദനമായത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ മുന്നണിയുടെ അസ്തിത്വത്തെ തന്നെ, ഇപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ സംസാരിച്ച് നമ്മൾ പറഞ്ഞത് നിതീഷ് കുമാറിനെ പോലെയൊക്കെ ഒരു നേതാവ് മറുകണ്ഠം ചാടി വീണ്ടും BJP-ക്കൊപ്പം പോകുന്ന നിലയിൽ ഏതാണ്ട് ആ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പോലെയുള്ള ചില പരിഹാസത്തിൻ്റെ, രാഷ്ട്രീയ പരിഹാസത്തിൻ്റെയൊക്കെ നാളുകളിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ച്, ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച്, സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കേന്ദ്ര സർക്കാരിനെതിരെ എങ്ങനെ സമരം ചെയ്യാം, എങ്ങനെയൊക്കെ പ്രതികരിക്കാം എന്ന് കേരളം ഒരു ദിശാബോധം ദേശീയ രാഷ്ട്രീയത്തിന് കാഴ്ചവെക്കുമ്പോൾ ആ പാഠം ഉൾക്കൊള്ളാൻ യഥാർത്ഥത്തിൽ കർണാടകം തയ്യാറാകുക, കർണാടകത്തിലെ കോൺഗ്രസ് തയ്യാറാവുകയാണ്. കേരളത്തിൻ്റെ സമരത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണി തന്നെ പറയുമ്പം കേരളത്തിൻ്റെ സമരത്തിലേക്ക് മറ്റ് പാർട്ടികൾ കൂടി, പ്രതിപക്ഷ പാർട്ടികൾ കൂടി എത്തുന്നു എന്നതാണ്. കാരണം ആം ആദ്മി പങ്കെടുക്കുന്നുണ്ട്. ആം ആദ്മിയുടെ 2 മുഖ്യമന്ത്രിമാരും, കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DMK പങ്കെടുക്കുന്നുണ്ട്. DMKയുടെ MPമാരെന്ന് പാർലമെൻറ്റിൽ കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടൊരു പ്രതിഷേധം പാർലമെൻറ്റിൽ നടത്തും. ഇങ്ങോട്ടേക്കും എത്തുമെന്ന് പറയുന്നുണ്ട്. മറ്റ് പാർട്ടികൾ RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ, JMM, JMM-നെയൊക്കെ വേട്ടയാടുന്ന എല്ലാവരും കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും സമരം തമ്മിലുള്ളൊരു വ്യത്യാസം. കാരണം യഥാർത്ഥത്തിൽ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്. രാഷ്ട്രീയ സാഹചര്യത്തെ പ്രതിഫലിപ്പിക്കും വിധമുള്ള BJP ഇതര പാർട്ടികളുടെ ഒരു വലിയ പിന്തുണയും സാന്നിധ്യവും കൂടി ഉറപ്പാക്കുന്ന വിധത്തിലേക്കാണ് നമ്മൾ ഇക്കാര്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാട്, ഒരു സംസ്ഥാനം ആ നിലയിൽ സമരം ചെയ്യുകയാണ്. അപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സഹകരിക്കുന്ന പാർട്ടികൾ, അപ്പോൾ അതിലാണ് ഏറ്റവും പ്രധാനം. ഇപ്പം മുഖ്യമന്ത്രി ദില്ലിയിൽ നടക്കുന്ന സമരത്തിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ അല്ലേ, അതുപോലെ തന്നെ DMK-യുടെ പിന്തുണ, അതുപോലെ തന്നെ വൈക്കോയുടെ പാർട്ടിയുടെ പിന്തുണ വരുന്നു, അതുപോലെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ പിന്തുണ, അവരുടെയൊക്കെ പ്രതിനിധികൾ ഈ ജന്തർ മന്ദറിലെ നാളത്തെ സമര രംഗത്തേക്ക് അവരുടെയൊക്കെ പിന്തുണ അറിയിച്ചു. കാശ്മീരിൽ നിന്നുള്ള പിന്തുണയുണ്ട്. അതെ, മെഹബൂബ മുഫ്തിയുടെ അതുപോലെ തന്നെ ഒക്കെയുള്ള കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ ആ ഒരു സംസ്ഥാനം തന്നെ അപ്പുറത്തേക്ക് സമരത്തിന് വേറൊരു മാനം കൂടി വരുന്നുണ്ട്. ഇത്രയും പ്രതിപക്ഷ പാർട്ടികൾ വരുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ കൂടി ഒരു കെട്ടുറപ്പിനെ കൂടി ബാധിക്കുന്നതാണ്. അതാ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം, ഒരു സാമൂഹ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒരു സംസ്ഥാനം എങ്ങനെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിന് കൂടുതൽ വ്യക്തമായ ഒരു ദിശാബോധം കൊടുക്കുന്നു. അതായത് വിഷ്ണു, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ കേരള ഹൗസിൽ നിന്ന് നമ്മളിങ്ങനെ പുറത്തേക്കിറങ്ങി ഈ ഭാഗമൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്നാണ് നാളെ മുഖ്യമന്ത്രിയും
ഒക്കെ സമര രംഗത്തേക്ക് സമര പോകുന്നത്. വേദിയിലേക്ക് ജന്തർ പോകുന്നത്. അല്ലേ? അതെ അതെ അതെ. ജന്തർ മന്ദർ ഇവിടെ ജന്തർ മന്ദർ റോഡ് ഇതാണ്. ഇവിടെയാണ് പാർലമെന്റ് മാർച്ച് എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. അപ്പം നാളെ രാവിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ സമര വേദിയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അത് ഏകദേശം 10 കൂടിയായിരിക്കും അങ്ങോട്ടേക്ക് പോകുക. എന്തായാലും നമുക്ക് ആ ഒരു സമര വേദിയിലേക്ക് പോകാം. ഇന്ന് കർണാടകത്തിന്റെ സമരവും അവിടെ തന്നെയാണ് നടക്കുന്നത്.